കഴിഞ്ഞ ദിവസം നടന്ന കാളിദാസ് താരിണി വിവാഹത്തിൻ്റെ ബാക്കിയായി വന്ന റിസപ്ഷൻ വീഡിയോകൾ ഇപ്പോഴും വൈറലാണ്. എന്നാൽ പ്രേക്ഷകരെല്ലാവരും ഞെട്ടിയതും എല്ലാവരും അന്താളിച്ചു പോയതും ശരിക്കും പറഞ്ഞാൽ പാർവതിയുടെ നൃത്തം കണ്ടു തന്നെയാണ്. ഇതുപോലൊരു നൃത്തം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പാർവതി കളിച്ചിരുന്നു. അത് മാളവികയുടെ സംഗീത നൈറ്റിനാണ്. മാളവികയുടെ സംഗീതത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്ന പാർവതി മാളവികയ്ക്കൊരു സർപ്രൈസ് ഒരുക്കിയിരുന്നു. ഒരു ദൈവം തന്ന പൂവേ എന്ന തമിഴ് ഗാനത്തിനോട് നൃത്തം ചെയ്തായിരുന്നു പാർവതി എത്തിയത്. ഇത് കണ്ടതും കണ്ണീരിലായിരുന്നു മുഴുവൻ സമയവും മാളവിക. കണ്ടിരുന്ന ജയറാം പോലും പൊട്ടിക്കരഞ്ഞുപോയി. എന്നാൽ കണ്ണൻ്റെ വിവാഹത്തിന് അടിച്ചു പൊളിച്ചു നിൽക്കുന്ന പാർവതിയാണ് കാണാൻ സാധിക്കുന്നത്. കണ്ണൻ്റെ വിവാഹ റിസപ്ഷനും മറ്റ് വിവാഹ ചടങ്ങുകളെല്ലാം പഞ്ചാബി രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചാബി നൃത്തവുമായിട്ട് നിൽക്കുന്ന പാർവതിയാണ് കാണാൻ സാധിച്ചത്. ജയറാമിൻ്റെ ചിത്രങ്ങളൊക്കെ വൈറലായതിനു പിന്നാലെ പാർവതി നൃത്തം ചെയ്തില്ലേ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വീഡിയോയിൽ പാർവതിയുടെ ചിത്രങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. പാർവതി കളിക്കുന്നത് കണ്ട് ചക്കി പോലും മാറി നിന്ന് നോക്കുകയായിരുന്നു. പാർവതി കളിക്കട്ടെ എന്ന് കരുതി ജയറാം പോലും മാറി നിന്നു. പാർവതി കളിക്കുന്നത് കണ്ട് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ മാറി നിൽക്കുകയായിരുന്നു. അത്ര ഭംഗിയായിട്ടാണ് പാർവതി നൃത്തം ചെയ്തത്. ഈ പ്രായത്തിലും ഇപ്പോഴും പാർവതിയെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ 2 മക്കളെ വളർത്തി അവരെ വിവാഹത്തിലേക്ക് എത്തിച്ചു. വളരെ പെട്ടെന്ന് സമയം പോയ വർഷമാണ് 2024 എന്ന് പറയുന്ന പാർവതി വളരെ സുന്ദരിയായി തന്നെ പഞ്ചാബി നൃത്തം കളിച്ചു നിൽക്കുന്നതും നമുക്ക് കാണാം. പഞ്ചാബി നൃത്തത്തിൽ വളരെയധികം സുന്ദരിയായി നിൽക്കുന്നു. വളരെയധികം ഇണങ്ങുന്ന ജയറാമുമായിട്ട് ചേരുന്ന ഒരു വസ്ത്രമായിരുന്നു ഇതേ ദിവസം പാർവതി അണിഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പാർവതി അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. പഞ്ചാബി രീതിയിലാണ് ഈ ദിവസം പാർവതി എത്തിയതെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ എത്തിയപ്പോൾ പോലും വളരെയധികം സുന്ദരിയായിരുന്നു എന്നാണ് പാർവതിയെക്കുറിച്ച് പ്രേക്ഷകരെല്ലാവരും പറയുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായം കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി. ജയറാമിന് ചേരുന്ന നിറത്തിലെ വസ്ത്രമായിരുന്നു പാർവതി അണിഞ്ഞത്. എന്നാൽ ജയറാം നൃത്തം ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് പൂരം പറയുന്നത് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതിനാൽ തന്നെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ജയറാം ഉറപ്പായും ഡാൻസ് കളിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ പാർവതി ഒരിക്കലും കളിക്കുമെന്ന് ആരും കരുതിയില്ല. അതുകൊണ്ട് തന്നെയാണ് പാർവതിയുടെ വീഡിയോ വരാത്തപ്പോൾ ആരും ഒന്നും ചോദിക്കാത്തതും. എന്നാൽ ഇന്നലെ പുറത്തു വന്ന വീഡിയോ കണ്ട് എല്ലാവരും ഞെട്ടി. പാർവതിയും നൃത്തം ചെയ്തു, അതും ഡപ്പാങ്കുത്ത്. പഞ്ചാബി നൃത്തത്തിൽ തിളങ്ങി നിൽക്കുന്ന പാർവതിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അത് ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.